രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് 14 ദിവസത്തേക്ക് റിമാൻഡിൽ വിട്ടിരിക്കുകയാണ്. കൊട്ടാരക്കര ജയിലിലാണ് രാഹുലിനെ എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ജയിൽ പരിസരത്ത് നിന്നും ഫൈസൽ അസീസ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഫൈസൽ, നേരത്തെയൊക്കെ നമ്മൾ കണ്ടത് രാഹുൽ ചോദ്യം ചെയ്യലിനോടൊക്കെ സഹകരിക്കാത്ത ഒരു കാഴ്ചയായിരുന്നു. അതായത് പോലീസ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി നൽകാതെ ഫോണിന്റെ ലോക്ക് പോലും മാറ്റിക്കൊടുക്കാതെ നിൽക്കുന്ന ഒരു രാഹുലിനെയായിരുന്നു നമ്മൾ കണ്ടത്. എന്നാൽ അഭിഭാഷകൻ പറഞ്ഞത് രാഹുൽ കൃത്യമായി പൂർണ്ണമായും അന്വേഷണത്തോട് സഹകരിക്കുന്നുണ്ട്, പരിശോധനകളെല്ലാം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ എന്താണ് അവസ്ഥ? രാഹുൽ പോലീസുമായി സഹകരിക്കുന്നുണ്ടോ? എന്തെല്ലാം വിവരങ്ങളാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നത്? അല്പസമയം മുമ്പാണ് രാഹുലിനെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ ആവശ്യമായ പുസ്തകങ്ങളും മറ്റും വായിക്കാനുള്ള ആവശ്യമുള്ള പുസ്തകങ്ങളും മറ്റും ഇപ്പോൾ സുഹൃത്തുക്കളൊക്കെ എത്തിച്ചു നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ചോദ്യം ചെയ്യലിന് ചോദ്യം ചെയ്യലിന് തീരെ ഒട്ടും സഹകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നേരത്തെ തന്നെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യലിലേക്കൊന്നും കടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കസ്റ്റഡിയിൽ എടുക്കണം, കസ്റ്റഡി എടുത്തതിന് ശേഷമാണ് ചോദ്യം ചെയ്യുന്നുണ്ടാകുക. ഇപ്പോൾ നിലവിൽ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് 14 ദിവസത്തെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പരിശോധനയ്ക്കായി മെഡിക്കൽ സംഘം ഉൾപ്പെടെയുള്ളവർ അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവർ പുറത്തേക്ക് പോയി. മാത്രമല്ല അതിന്റെ നടപടിക്രമങ്ങൾക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരും പാലക്കാട് നിന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവരൊക്കെ തന്നെ ഇപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് തീർച്ചയായും പൂട്ടണം എന്നൊരു നടപടിയുടെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ ഒരു ഇത്തരത്തിൽ ഒരു അറസ്റ്റിലേക്ക് കടന്നിട്ടുണ്ടായത്, പോലീസ് കടന്നത്. ഏതായാലും ഇന്നലെ KPM റിജൻസി ഹോട്ടലിൽ വെച്ചായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ തന്നെ ബലാത്സംഗ പരാതി ഉണ്ടായിരുന്നു. അതിൽ തിരുവനന്തപുരം സ്വദേശിയുടെ ആദ്യത്തെ അതിജീവിതയുടെ പരാതി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഹൈക്കോടതി അറസ്റ്റ് ചെയ്യരുത്, താൽക്കാലിക ആശ്വാസമായി അറസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ രീതിയിലുള്ള ഒരു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നൊരു വിധി വന്നു. അതിനുശേഷം ഈ പാലക്കാട് ഫ്ളാറ്റിലെത്തിച്ച് പീഡിപ്പിച്ചു എന്നൊക്കെ രീതിയിൽ തിരുവനന്തപുരം സൈബർ ക്രൈം ബ്രാഞ്ചിൽ ഒരു പരാതി ഉണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ആ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം ഹർജി തേടുകയും അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷം തന്നെ പാർട്ടിയിൽ നിന്നും കോൺഗ്രസിൽ നിന്നും പുറത്താക്കപ്പെടുകയും ഒക്കെ ചെയ്തതിനു ശേഷം വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമാകുന്നതിനിടെയാണ് വീണ്ടും ഇത്തരത്തിലൊരു പുതിയ പരാതി വരികയും പത്തനംതിട്ട സ്വദേശിയുടെ ഭാഗത്ത് നിന്നൊരു പുതിയ പരാതി വരികയും ആ പരാതിയിൽ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരുന്നത്. പാലക്കാട് ഇന്നലെ അർദ്ധരാത്രിയുടെ നാടകീയ രംഗങ്ങളായിരുന്നു പാലക്കാട് നടന്ന വലിയ രീതിയിലുള്ള പ്രതിഷേധം. പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചപ്പോഴും കോടതിയിലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിരുന്നത്. DYFIയുടെയും ഒപ്പം തന്നെ ഈ യുവമോർച്ച പ്രവർത്തകരുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പത്തനംതിട്ടയിലും ഉണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും ഇവിടത്തേക്ക് മാവേലിക്കര സബ് ജയിലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയും ചെയ്തു. ഇവിടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധം DYFIയുടെയും ഒപ്പം തന്നെ യുവമോർച്ചയുടെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെയും ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ സബ് ജയിലിലേക്ക് അകത്തേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നതിന്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയ ശേഷം പോലീസ് പുറത്തേക്ക് പോയിട്ടുണ്ട്.